പ്രൈസ് ലോർഡ്. പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമന എന്ന പ്രതിദിന വചന സന്ദേശത്തിലേക്ക് ക്രിസ്തുയേശുവിൽ നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ രാത്രിയിലും അതെ പ്രാർത്ഥനയോടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നിങ്ങളോട് പറയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞൊരു ആലോചന, പ്രവചനദൂതായി വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് കൈമാറി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. പ്രാർത്ഥനയോടെ വലിയ പ്രതീക്ഷയോടെ, അതെ പ്രതീക്ഷയ്ക്കൊത്തവണ്ണമുള്ളത് ഇന്ന് കർത്താവ് ചെയ്യും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതെ, നിൻ്റെ പ്രതീക്ഷയ്ക്കൊത്തവണ്ണമുള്ളത് ഇന്നായിരിക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് ഒരു മാറ്റം, മാനുഷികമായല്ല, ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ, മാനുഷികമായല്ല, അമാനുഷികമായൊരു കുതിച്ചുചാട്ടം. മാനുഷികമായി നീ ഒത്തിരി നാളുകൾ കൊണ്ട് ശ്രമിക്കുന്ന കാര്യമാണ്. ഒരു മാറ്റം ആവശ്യമാണ്. ഈ അവസ്ഥയിൽ നിന്നൊരു മാറ്റം വേണം. ഇങ്ങനെ തുടർന്നാൽ പറ്റത്തില്ല. പക്ഷേ മാനുഷികമായിട്ട് പറ്റുന്നില്ല. മീൻസ് നിൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് പറ്റുന്നില്ല. സഹോദര, ആ രാജ്യത്ത് നീ എത്തി, അവിടെ എത്തി, അതൊക്കെയാണ്, അതുവരെ ഓക്കെയാണ്. പക്ഷേ അവിടെ നിന്നൊരു മുന്നേറ്റം സാധ്യമാകുന്നില്ല. ആഗ്രഹിച്ചതുപോലെ പ്രാപിക്കുവാൻ കഴിയുന്നില്ല. ഒരു വിശാലത വെളിപ്പെടുന്നില്ല. മറ്റുള്ളവർക്ക് പറയുവാൻ തക്കവണ്ണം എത്തി. നിന്നിലേക്ക് നോക്കുമ്പോൾ ഇതിലും ഭേദം അവിടെയായിരുന്നു, അല്ലേ സഹോദരി? അവിടെ കിടന്നാൽ മതിയായിരുന്നു. അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിൽ. അപ്പോൾ നിൻ്റെ അറിവ് വെച്ച് നോക്കി, നിൻ്റെ ക്വാളിഫിക്കേഷൻ വെച്ച് നോക്കി, നിൻ്റെ ബുദ്ധി വെച്ച് നോക്കി, നിനക്കൊപ്പമുള്ളവരെ ചേർത്ത് നിർത്തി സോപ്പിട്ട് മണിയടിച്ച് എങ്ങനെയൊക്കെ പറ്റുമോ അങ്ങനെയൊക്കെ നോക്കി. പക്ഷേ ഒരു മാറ്റം സാധ്യമാകുന്നില്ല. ഒരു മാറ്റം സാധ്യമാകുന്നില്ല. മാനുഷികമല്ലാത്തൊരു മാറ്റം. ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാനുഷികമല്ലാത്തൊരു കുതിച്ചു ചാട്ടം നിൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം ഒരുക്കിയ, താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. അതേ അമാനുഷികമായൊരു കുതിച്ചു ചാട്ടം സഹോദര, സഹോദരി, നിൻ്റെ തൊഴിൽ മേഖലയിൽ അമാനുഷികമായൊരു കുതിച്ചു ചാട്ടം. ഒത്തിരി പേർ പറഞ്ഞിട്ട് നടക്കാത്തത്. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ, നീ ഒത്തിരി ശ്രമിച്ചു, പരാജയപ്പെട്ടു. നിനക്ക് വേണ്ടി ഒത്തിരി പേർ പറയത്തില്ല എന്ന് ശഠിച്ചു നിന്നവർ, നിനക്ക് വേണ്ടി ഒന്നും പറയത്തില്ല എന്ന് ശഠിച്ചു നിന്നവർ പോലും നിൻ്റെ സങ്കടം കണ്ട്, നിൻ്റെ അവസ്ഥ കണ്ട് പറഞ്ഞു. എന്നിട്ടും നടക്കാത്തത് ഇന്ന് നടക്കുക. താങ്ക് യു ലോർഡ്. മാനുഷികമായല്ല, അമാനുഷികമായി യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. വാക്യം വായിച്ച് ദൂതുമായി നമുക്ക് മുൻപോട്ട് പോയാലോ? നോക്കി, അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായം 39-ാമത്തെ വാക്യത്തിൻ്റെ 2-ാമത്തെ ഭാഗം. കർത്താവിൻ്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി. ഷണ്ണൻ അവനെ പിന്നെ കണ്ടില്ല. അവൻ സന്തോഷിച്ചുകൊണ്ട് തൻ്റെ വഴിക്ക് പോയിക്കോട്ടെ. അവിടെ നിങ്ങളുടെ ജീവിതം മാറ്റുന്ന ദൂതിന് അടിസ്ഥാനമായിരിക്കുന്ന വാക്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. കർത്താവിൻ്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോകും. നീ ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെ എടുത്തുകൊണ്ടുപോകും. അതേ, ഒത്തിരി പേർ ശ്രമിച്ചതാണ് നിന്നെ ഒന്ന് കരം പിടിച്ച് നടത്തുവാൻ, നിന്നെ ഒന്ന് തള്ളി എങ്ങനെയെങ്കിലും അവിടെ നിന്ന് കയറ്റുവാൻ, അവിടെ നിന്ന് നിന്നെ ഒന്ന് രക്ഷപ്പെടുത്തുവാൻ. അതേ, ഒത്തിരി പേർ ആത്മാർത്ഥമായി ശ്രമിച്ചതാണ്. ഇല്ല എന്ന് നീ പറയണ്ട. ഒത്തിരി പേർ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചതാണ്, നടന്നില്ല. പക്ഷേ ഇന്ന് കർത്താവിൻ്റെ ആത്മാവ് നിന്നെ എടുത്തുകൊണ്ടുപോവുക. നീ പെട്ടായിരിക്കുന്ന ആ സ്ഥാനത്ത് നിന്ന് ഇനി തിരിച്ചു വരുവാൻ പറ്റുമോ? അയ്യോ, ഞാൻ ഇവിടെ തന്നെ നരകിച്ച് എൻ്റെ ജീവിതം ഇവിടെ തന്നെ അവസാനിക്കുമല്ലോ എന്ന് ചിന്തിച്ച് ഭാരപ്പെട്ടായിരിക്കുന്ന സഹോദര, സഹോദരി, കേൾക്ക്. നീ അവിടെ പെട്ടുപോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെ അവിടെ നിന്ന് എടുത്തുകൊണ്ടുവരിക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് നീ പോലും പ്രതീക്ഷിക്കാത്ത സ്ഥാനങ്ങളിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെ എടുത്തുയർത്തുവാൻ പോയി. സ്തോത്രം. പെട്ടുകിടക്കുന്ന സ്ഥാനത്തു നിന്നോ, പെടുത്തിയിരിക്കുന്ന പലരും പല നിലകളിൽ പെടുത്തിയിരിക്കുന്ന സ്ഥാനത്തു നിന്ന്, ആമേൻ, കാര്യം മനസ്സിലാക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും പെടുത്തിയിരിക്കുക. ആമേൻ, സ്തോത്രം. ഈ ദൂത് മറ്റൊരു കോണ്ടസ്റ്റിലാണ് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. ആ കോണ്ടസ്റ്റ് അവിടെ നിൽക്കട്ടെ. അവിടെ നിന്നും ഒരു കാര്യം നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. എന്തുകൊണ്ട് നിന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എടുത്തുകൊണ്ട് പോകും?
സ്തോത്രം. നീ ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് എന്തുകൊണ്ട് നിന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പുറത്തു കൊണ്ടുവരും? ചോദ്യം ചോദിച്ചാൽ ഉത്തരമുണ്ട്. ആമേൻ. ഫിലിപ്പോസ് ദൈവ വഴികളിൽ നടന്നു, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്തു. അവിടെ നിന്നാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയത്. ചിലർക്ക് കാണുവാൻ കഴിയാത്ത വിധത്തിൽ, താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ. ആർക്ക് കാണുവാൻ കഴിയാത്ത വിധത്തിൽ? ഷണ്ണന് മീൻസ് എത്യോപ്യയിലെ കന്ദക എന്ന രാജ്ഞിയുടെ മന്ത്രി ശ്രേഷ്ഠനെ കാണുവാൻ കഴിയാത്ത വിധത്തിൽ. ഇവിടെ ഒരു ദൂത് നിന്നോട് കൈമാറട്ടെ. അധികാരമുള്ള ചിലർക്ക് കാണുവാൻ കഴിയാത്ത വിധത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെ അവിടെ നിന്ന് എടുത്തുകൊണ്ടുപോകും. താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ. നീ അവിടെ പെട്ടുപോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. നോക്കൂ, ഈ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം നിങ്ങൾ വായിച്ചു വന്നാൽ പലയിടങ്ങളിലും ഈ വിധത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെതായിട്ടുള്ള ഒരു പ്രവൃത്തി നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. മാനുഷികമല്ലാത്തൊരു പ്രവൃത്തി. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായം വായിച്ചാൽ അവിടെയും നിങ്ങൾക്ക് കാണുവാൻ കഴിയും. മാനുഷികമല്ല. ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങുന്നു, വാതിൽ തുറക്കുന്നു. 1-ാം കാവലും 2-ാം കാവലും കഴിഞ്ഞ് പത്രോസ് നേരെ പോവുക. സ്തോത്രം, യേശുവിൻ നാമത്തിൽ. ചില കാവലുകളെ പൊളിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ മുൻപോട്ട് നടത്തും. ആമേൻ. പിന്നെ 16-ലേക്ക് വരുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ലേക്ക് വരുമ്പോൾ, അപ്പോസ്തല പൗലോസും ശീലാസും കാരാഗ്രഹത്തിലായിരിക്കുമ്പോഴും ദൈവത്തെ പാടി സ്തുതിക്കുന്നു. കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനങ്ങൾ ഇളകുന്നു. പാര വെച്ച് ഇളക്കിയെന്നല്ല, കൈ ബന്ധിക്കപ്പെട്ടവരാണ്, കാൽ പൂട്ടപ്പെട്ടവരാണ്, നാവ് മാത്രമുണ്ട്. നാവ് കൊണ്ട് കാരാഗ്രഹത്തെ ഇളക്കി. അമാനുഷികമായൊരു പദ്ധതി. ചില കാരാഗ്രഹങ്ങളെ ഇളക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നീ ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് നിന്നെ എടുത്ത് പുറത്തു കൊണ്ടുവരും. താങ്ക് യു ലോർഡ്. സഹോദര, നീ ആയിരിക്കുന്ന ആ രാജ്യത്തു നിന്ന്, നീ സ്വപ്നം കാണുന്ന ആ രാജ്യത്തിലേക്ക് എൻ്റെ ദൈവം നിന്നെ എടുത്തുകൊണ്ടുപോകും. നോക്കിയേ, 26-ാമത്തെ വാക്യം, 8-ാമത്തെ അധ്യായമാണ് കേട്ടോ, അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: ഗസ്സയ്ക്കുള്ള നിർജ്ജനമായ വഴിയിൽ, നിർജ്ജനമായ ആളില്ലാത്ത ആ സ്ഥലത്തേക്ക്, അവിടെയാണ് ഫിലിപ്പോസ് ആയിരിക്കുന്നത്, അല്ലെങ്കിൽ ഫിലിപ്പോസ് കടന്നു പോകുന്നത്. നീ കടന്നുപോയത് ദൈവത്തിൻ്റെ വാക്ക് കേട്ടാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ഫിലിപ്പോസിനെ നടത്തുന്നത്. നീ പ്രാർത്ഥിച്ചു കടന്നുപോയി, നീ ദൈവാലോചന കേട്ട് കടന്നുപോയി, നീ പ്രതീക്ഷയോടെ കടന്നുപോയിടത്തും നീ മിണ്ടാതിരിക്കുന്നില്ല, പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ ആയിരിക്കുന്നുണ്ട്. എന്നിട്ട് സങ്കടവും വരുന്നുണ്ട്. എന്നാലും കർത്താവ് എന്നെ ഈ നിർജ്ജന പ്രദേശത്ത് കൊണ്ടിട്ടല്ലോ, എനിക്കൊപ്പം നിൽക്കുവാൻ ആരുമില്ലാത്ത, എന്നെ സഹായിക്കുവാൻ ആരുമില്ലാത്ത. ആമേൻ. അവിടെ ഇട്ടിരിക്കാനല്ല, സ്തോത്രം, ദൂത. ആമേൻ. മതമേ, നിൻ്റെ മക്കളെ അവിടെ അങ്ങനെ ഇട്ടിരിക്കാനല്ല. ഒരു വല്ലാത്ത അവസ്ഥയിൽ, അയ്യോ ആ പിള്ളേർ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ, ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഉള്ളത് നല്ല ആഹാരം എന്തെങ്കിലും കൊടുത്ത് എൻ്റെ മക്കളല്ലേ കണ്ണു നിറയെ കാണാമായിരുന്നു. നിൻ്റെ സങ്കടം അതാ. കടവും ബാധ്യതയൊക്കെ അതിനേക്കാളും വലുതാ ഒരു അമ്മയുടെ സ്നേഹം. സ്തോത്രം. ഇന്നൊക്കെ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. എൻ്റെ മക്കൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ, കടമൊക്കെ അവിടെ കിടക്കട്ടെ, എൻ്റെ മക്കളെ ഒന്ന് കാണാൻ പറ്റുള്ളൂ. വല്ലാത്തൊരവസ്ഥയിലാണ് അവർ ഒറ്റപ്പെട്ടു പോവുക. അവർ ആയിരിക്കുന്ന സ്ഥാനത്ത്, ആ രാജ്യത്ത്. മാതാവേ, സ്തോത്രം, നിൻ്റെ മക്കൾ അവിടെ ഒറ്റപ്പെട്ടു പോവുക. സഹോദരി, നിൻ്റെ ഭർത്താവ്, സഹോദരൻ, നിൻ്റെ ഭാര്യ, അവരവിടെ ഒറ്റപ്പെട്ടു പോവുക. നിർജ്ജന പ്രദേശം. അവരെ അറിയുന്ന ആരുമില്ല, അവർക്കൊപ്പം നിൽക്കുന്ന ആരുമില്ല, നല്ലതൊന്നുമില്ല, സന്തോഷമില്ല, ഒരു അല്ലാത്ത അവസ്ഥയിലാണ്. എന്നാലും കർത്താവ് ആലോചന പറഞ്ഞ് അവിടെ എത്തിച്ചല്ലോ. അല്ലേ? സങ്കടപ്പെടണ്ട. അവിടെ എത്തിക്കാനല്ല കർത്താവ് ആലോചന പറഞ്ഞ, അവിടെ നിന്ന്. താങ്ക് യു. അവിടെ വരെ മാനുഷികമായിട്ടെത്തും. അവിടെ വരെ ഫിലിപ്പോസ് നടന്നു. അവിടെ നിന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി. താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ. അവിടെ നിന്ന്, സ്തോത്രം, അവിടെ നിന്ന് ഒറ്റപ്പെടലിൻ്റെ, നിരാശയുടെ, ആമേൻ, ആ ഒരു വല്ലാത്ത ഫ്രസ്ട്രേഷൻ അനുഭവിച്ചായിരിക്കുന്ന ആ സ്ഥലത്ത് നിന്ന്, ആ അവസ്ഥയിൽ നിന്ന് നിന്റെ തലമുറകളെ, നിന്റെ ഭർത്താവിനെ, നിന്റെ മക്കളെ എൻ്റെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എടുത്തുകൊണ്ടുപോകും. താങ്ക് യു ലോർഡ്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവിടെ നിന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എടുത്തുകൊണ്ടുപോകും. എവിടേക്ക്? നോക്കി 40-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, വായിച്ച അധ്യായമാണ് കേട്ടോ, അപ്പോസ്തല പ്രവൃത്തി 8. ഫിലിപ്പോസിനെ പിന്നെ അസ്തോദിൽ കണ്ടു. അസ്തോദിൻ്റെ പ്രത്യേകത എന്താ? എല്ലാ പട്ടണങ്ങളുള്ള സ്ഥലത്ത്, അല്ലെങ്കിൽ പട്ടണത്തിൽ പിന്നെ കണ്ടു. നിർജ്ജന പ്രദേശം മാറി, ആളുള്ള, സ്തോത്രം, ഹാപ്പിനെസ്, പരസ്പരം പങ്കുവയ്ക്കുന്ന, സന്തോഷിക്കുന്ന. ഒറ്റപ്പെടലിന് കർത്താവ് അവസാനം കുറിക്കുക. ഒറ്റപ്പെടലിന് അവസാനം കുറിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒറ്റപ്പെട്ട സ്ഥാനത്ത് നിന്ന് നിന്നെ എടുത്തുകൊണ്ട് പോവുക. ആമേൻ. സ്തോത്രം. എന്തിനാണ് എടുത്തുകൊണ്ട് പോകുന്നത്? നടന്നു പോകാൻ പാടുള്ളതുകൊണ്ടല്ലേ? താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ ദൂത് പറയട്ടെ, നിന്നെ വിടത്തില്ല എന്നാണ് പറയുന്നത്. നീ അവിടെ കിടന്ന് നീ പഠിക്കണം, അവിടെ കിടന്ന് നീ അനുഭവിക്കണം. നീ കുറേ ആളായല്ലേ സഹോദരി, നിന്നോടാ.
നീ ഇവിടെ കിടന്ന് നരകിക്കണം. നിന്നെ എങ്ങനെയെങ്കിലും ഈ നരകത്തിൽ നിന്നൊന്ന് ഓടി രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ അതാ നിൻ്റെ ഒരു നിലവിളിയും കരച്ചിലും. അതാ എങ്ങനെയെങ്കിലും അത്രമാത്രം നീ സഹിക്കുന്നുണ്ട്. അത്ര വയ്യ വയ്യ വയ്യ. ആമേൻ, സ്തോത്രം. ഈ അവസ്ഥയിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം. ഈ അവസ്ഥയിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം. പക്ഷെ ഒരു വിധത്തിൽ സംഭവിക്കുന്നില്ല. വാക്കുകൊണ്ട് കെട്ടി ഉയർത്തപ്പെട്ട മതിലുകൾ, വിഷം ചീന്തുന്ന നാവുകൾ, വിരോധമായി നിൽക്കുന്ന വ്യക്തികൾ, ആമേൻ, സ്തോത്രം, എല്ലാം പറഞ്ഞ് കരഞ്ഞ് കാല് പിടിച്ച് സോൾവ് ആക്കും. അന്ന് അടുത്ത അടിക്കുള്ളത് അവരുണ്ടാക്കും. താങ്ക് യു ലോർഡ്, സ്തോത്രം. ചില നശിച്ച വൃത്തികെട്ട കൂട്ടുകെട്ടുകൾ, നിൻ്റെ കുടുംബത്തെ തകർക്കുന്ന ചില വൃത്തികെട്ട കൂട്ടുകെട്ടുകൾ, സ്തോത്രം, യേശുവിൻ നാമത്തിൽ. ആമേൻ. വിടത്തില്ല, അവനെ വിടത്തില്ല. നിൻ്റെ ഭർത്താവിനെ വിടത്തില്ല, നിൻ്റെ ഭാര്യയെ വിടത്തില്ല. സ്തോത്രം. ബന്ധം ഭയങ്കര രക്തബന്ധം. സ്തോത്രം. ഒരുമിച്ച് സന്തോഷമായിട്ട് ജീവിക്കുവാൻ വിടത്തില്ല. നുഴഞ്ഞു കയറി അകത്ത്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. കേൾക്ക്, അവസ്ഥ മാറുവാൻ സമ്മതിക്കത്തില്ല. ഒന്ന് ചിരിച്ചു തുടങ്ങിയാൽ മതി, വിഷം കുത്തിവെക്കും. ഇല്ലാത്തത് പലതും പറഞ്ഞ് വിഷം കുത്തിവെക്കുന്നു. വിടത്തില്ല, രക്ഷപ്പെടാൻ വിടത്തില്ല. പക്ഷേ അവരുടെ മേലെ അവർ പോലും കാണാതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെ എടുത്തുകൊണ്ടുപോകും. ഈ അവസ്ഥയിൽ നിന്ന് കർത്താവ് നിന്നെ എടുത്തുകൊണ്ടുപോകും. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി നീ ആഗ്രഹിക്കുന്ന, നീ സ്വപ്നം കാണുന്ന, നോക്കും, എല്ലാവരും ഉണ്ടെങ്കിലും ഒറ്റയ്ക്കാ, നിർജ്ജന പ്രദേശമാണ്. സ്തോത്രം. അസ്തോത്തിലേക്ക് വരുമ്പോൾ പട്ടണമാണ്, നിറയെ ആൾക്കാരാണ്. ഒറ്റപ്പെടൽ മാറുവാൻ പോകുക. താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ ഒറ്റപ്പെടൽ മാറുവാൻ പോകുക. ഒറ്റയ്ക്കിരുന്ന് കരയുന്ന അവസ്ഥയ്ക്ക് കർത്താവ് അറുതി വരുത്തുവാൻ പോകുക. ആമേൻ, സ്തോത്രം. ചില ഒറ്റപ്പെടലുകളെ കർത്താവ് ഇന്ന് മാറ്റുക. ആമേൻ. നിൻ്റെ കുടുംബജീവിതത്തെ പണിത് കർത്താവ് ഒറ്റപ്പെടലിനെ മാറ്റി. ഒറ്റയ്ക്കായി ആ രോഗം നിന്നെ ബാധിച്ച നാളുകൾ മുതൽ ശ്രദ്ധിച്ച് ഒറ്റയ്ക്കായി തീർന്നു. സ്തോത്രം. ആരോടും ഇടപെടാൻ വയ്യ, ആരോടും. സ്തോത്രം. തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. പെരുമാറ്റം കൊണ്ട് ചില സ്ഥാനങ്ങളിൽ നിന്നെ തളച്ചിടുവാൻ നോക്കുന്നുണ്ട്. നീ രോഗിയാണ്, നിനക്കല്ലെങ്കിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്, അല്ലേ സഹോദരി? നീ ഇനിയിപ്പം അങ്ങോട്ടത് വരാൻ വേണ്ടി നിൽക്കണ്ട, കാരണം നീ രോഗിയാണ്. യെസ്, അവർ വയ്ക്കുന്ന ഓരോ നിയന്ത്രണത്തിലും നിന്റെ രോഗം, നിന്റെ അവസ്ഥ, നിന്റെ ബലഹീനത അത് തന്നെ, അത് നിന്നെ വല്ലാതെ മുറിപ്പെടുത്തുന്നുണ്ട്. എൻ്റെ അവസ്ഥ, എൻ്റെ രോഗം, എൻ്റെ ശരീരത്തിൻ്റെ ബലഹീനത ഇങ്ങനെ ആയതുകൊണ്ട് എൻ്റെ ഭർത്താവിനൊപ്പം ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ നിൽക്കുവാൻ കഴിയുന്നില്ല. എൻ്റെ മക്കളുടെ സന്തോഷങ്ങളിൽ പങ്കുചേരുവാൻ കഴിയുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവരുടെ സന്തോഷങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ കഴിയുന്നില്ല. തടഞ്ഞു നിർത്തുക, ആ രോഗം തടഞ്ഞു നിർത്തുക. ആ രോഗത്തിന് മുകളിലൂടെ യെസ്, യേശുവിൻ നാമത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെ എടുത്തുകൊണ്ട് പോവുക. ഇനി ആ രോഗമില്ല. യെസ്, ആമേൻ. അതങ്ങനെ സംഭവിക്കുന്ന കൃപ. ചില സ്ഥാനങ്ങളിൽ നിന്ന് ആ മുറിക്കകത്ത് കരഞ്ഞ് തളർന്നിരിക്കുന്ന ഗുളികയുടെ മണമുള്ള അയ്യോ, ആമേൻ, ചില മുറികളുടെ അന്തരീക്ഷം മാറുക. ആൾക്കാരുടെ അടുത്ത് സന്തോഷം, ഹാപ്പിയായി എൻജോയ് ചെയ്യുവാൻ കഴിയുന്ന ദൈവത്തെ പാടി സ്തുതി. ആദ്യം ആരാധനയ്ക്ക് പോകാൻ പറ്റുന്നില്ല. ആരാധന സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട ചിലർക്ക് ആരാധന സ്വാതന്ത്ര്യം ഇന്ന് കർത്താവ് നൽകിയ സ്തോത്രം. ഒറ്റയ്ക്കല്ല, ആൾക്കൂട്ടത്തിന് മധ്യത്തിൽ ദൈവത്തെ ചാടി തുള്ളി നൃത്തം വെച്ച് ആരാധിക്കും. യെസ്, ആമേൻ, സ്തോത്രം. പിശാചിൻ്റെ ഏറ്റവും വലിയൊരു തന്ത്രമാണ് കേട്ടോ, നിങ്ങളുടെ കൂട്ടായ്മയുടെ അനുഭവത്തെ തകർത്തു. ലോകപ്രകാരമുള്ള ഒരു കൂട്ടായ്മയെക്കുറിച്ച് മാത്രമല്ല കേട്ടോ ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കും, ലോകപ്രകാരം കൂട്ടായ്മ വേണം. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്കൊപ്പം നിൽക്കുവാൻ പലരും വേണം, നമ്മെ സഹായിക്കുവാൻ വേണം, നമ്മെ ശക്തീകരിക്കുവാൻ വേണം. സ്തോത്രം. അതുപോലെ ദൈവസന്നിധിയിൽ നമുക്കൊരു കൂട്ടായ്മ ആവശ്യമുണ്ട്. സ്തോത്രം. ഇവിടെയാണ് പിശാച് പലരെയും തെറ്റിച്ച് കളയുന്നത്. ഒന്ന്, ലോകത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തും, ആരോടും മിണ്ടാൻ സമ്മതിക്കത്തില്ല, ആരോട് സംസാരിക്കാൻ സമ്മതിക്കത്തില്ല. ഒരു വല്ലാത്ത ഒരു യാന്ത്രികമായ ജീവിതം. പ്രിയരെ, ചതിയാണ്. പിശാചിൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ തിരിച്ചറിയുക. പിന്നെ പിശാച് വെളിച്ച ദൂതൻ്റെ വേഷം കെട്ടും. ആമേൻ. നീ എവിടെ പോയാലും അവിടെ എല്ലാം കുറ്റം പറയും. ആമേൻ. അവിടത്തെക്കുറിച്ചെല്ലാം നിന്നോട് കുറ്റം പറഞ്ഞു തരും. അവിടെ അങ്ങനെ പോരാ, ആ കൂട്ടായ്മ അങ്ങനെ പോരാ, ഈ കൂട്ടായ്മ ഇങ്ങനെ പോരാ, അവരിങ്ങനെ പോരാ, അവരങ്ങനെ പോരാ. പിശാചിൻ്റെ തന്ത്രമാണ്. ആമേൻ. പിശാചിൻ്റെ തന്ത്രമാണ് നിന്നെ
ഒറ്റയ്ക്കാക്കി തീർത്ത് കളയുവാൻ സ്തോത്രം, കൂട്ടം തെറ്റിച്ച് നിന്നെ ഒറ്റയ്ക്കാക്കി തകർത്ത് കളയുവാനുള്ള പഴയ വേട്ടക്കാരൻ്റെ കുടിലതന്ത്രവുമായി വെളിച്ചദൂതൻ്റെ വേഷം കെട്ടി വരുന്ന പന്നപ്പിശാചിനെ തിരിച്ചറിഞ്ഞാൽ ഒറ്റയ്ക്ക് നീ തകർന്നു പോകത്തില്ല. ഓ ആമേൻ. ദൂത ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. അത് തന്നെ എടുത്തുകൊണ്ട് പോവുക. നിന്റെ തലമുറകളെ നിർജ്ജന പ്രദേശത്തിരിക്കുക, കൂട്ടുകെട്ടി. ഇപ്പോൾ കൂട്ടൊന്നുമില്ല. കൂട്ടൊക്കെ പോയിട്ടും അവർ കൊടുത്ത സ്വഭാവങ്ങളും ശീലങ്ങളും ഒന്നും മാറിയിട്ടില്ല. ബോധമില്ലാതെ മദ്യപിച്ച് ലഹരികൾ ഉപയോഗിച്ച് ദൈവഹിതമല്ലാത്ത വഴികളിൽ അയ്യോ വല്ലാത്ത അവസ്ഥയിൽ രക്ഷപ്പെടുത്തുവാൻ കഴിയാത്ത വിധത്തിൽ. അതല്ലേ സഹോദരി, ചില കേസുകളിലൊക്കെ പെട്ടിട്ട് എങ്ങനെ രക്ഷപ്പെടുത്തണമെന്ന് അറിയത്തില്ലേ, രക്ഷപ്പെടുത്തുവാൻ കഴിയാത്ത വിധത്തിൽ അവരായിരിക്കുക. അവിടെ നിന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ നിർജ്ജന പ്രദേശത്ത് നിന്ന്, സ്തോത്രം, നിന്റെ തലമുറയായിരിക്കുന്ന ആ നിർജ്ജന പ്രദേശം ഗദരദേശം പോലെ അല്ലേ? മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ വായിച്ചു നോക്ക്. കല്ലറയാ അവിടെ, നിനക്ക് പോലും പോകാൻ പറ്റാത്ത സാഹചര്യം. അവൻ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നു, പോട്ടെ, സ്വയം അവൻ ഉപദ്രവിക്കുന്നു, സ്വയം നശിക്കുന്നു, വസ്ത്രമില്ല, അപമാനിക്കപ്പെടുന്നുണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ. അവനൊരു പരിഹാസ വിഷയമായി മാറിയിരിക്കുന്നു. നിന്റെ തലമുറ ഒരു പരിഹാസ വിഷയമായി മാറിയിരിക്കുന്നു. അഗതരദേശത്തിൽ നിന്നും ദക്കപ്പൊലി നാട്ടിലേക്കൊരു ടേക്ക് ഓഫ്. യേശുവിൻ നാമത്തിൽ ഗദരദേശത്തിൽ നിന്ന് ദക്കപ്പൊലി നാട്ടിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് കല്ലറകൾക്ക് പിടിച്ചു വയ്ക്കുവാൻ കഴിയാതെ, അവൻ ശീലിച്ചു വന്ന ശീലങ്ങൾക്ക് പിടിച്ചു വയ്ക്കുവാൻ കഴിയാതെ അവനെ എടുത്തുകൊണ്ട് പോയതുപോലെ നിന്റെ തലമുറയെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എടുത്തുകൊണ്ട് പോവുക. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. ഗസ്സയിലെ നിർജ്ജന വഴിയിൽ നിന്ന് അസ്തോദിലെ പട്ടണത്തിലേക്ക്, സ്തോത്രം. ശുശ്രൂഷക, നിന്നോടുള്ള ദൂത, ആ ഒറ്റയ്ക്കിരിക്കുന്ന 4-3-7 ആൾ അവിടെ നിന്ന്, അത് മോശമെന്നല്ല, സ്തോത്രം. അവിടെ കർത്താവ് നിന്നെ അയച്ചത് അവിടെ തന്നെ ഇരിക്കുവാൻ വേണ്ടിയല്ല, പട്ടണങ്ങളിലേക്കൊരു ടേക്ക് ഓഫ്. സ്തോത്രം. വിശ്വസിക്കുന്നു, പട്ടണങ്ങളിലേക്കൊരു ടേക്ക് ഓഫ്, പട്ടണങ്ങളിലേക്കൊരു ടേക്ക് ഓഫ്. താങ്ക് ലോർഡ്, യേശുവിൻ നാമത്തിൽ. അപ്പോൾ ചിലർക്ക് ഇത് ഉൾക്കൊള്ളുവാൻ പറ്റത്തില്ല, അത് നിങ്ങളുടെ കുഴപ്പമല്ല. സ്തോത്രം. അവൻ ഉൾക്കൊള്ളുവാൻ കഴിയുന്നവർക്ക് ഒരു ഗുണമുണ്ട്, അവർ പ്രാർത്ഥിക്കുന്നവരാണ്, ഉപവസിക്കുന്നവരാണ്. ആമേൻ, സ്തോത്രം. വിട്ടൊരു കളിയില്ല. അവൻ നീ പ്രാർത്ഥിക്കുന്നവനാണെങ്കിൽ, ഉപവസിക്കുന്നവനാണെങ്കിൽ, സ്തോത്രം. അയ്യോ രസകരമായ സംഭവം പറയട്ടെ. പ്രാർത്ഥിച്ച് ഉപവസിച്ച് ഈ ശരീരത്തിൻ്റെ കനമൊക്കെ ഇത്തിരി കുറയുമ്പോൾ ഈസി ആയിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എടുത്തുകൊണ്ടു. അതിനകത്തൊരു സത്യമുണ്ട്. ഞാൻ തമാശയ്ക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്തൊരു സത്യമുണ്ട്. ഈ ജഡം ഒരു പരിധി കൂടുതൽ ബലപ്പെട്ട് നിന്നാലേ ദൈവത്തിൻ്റെ ആത്മാവ് എടുത്താലൊന്നും നമ്മൾ പോകത്തില്ല. നമ്മൾ പറയും വരത്തില്ല. ആത്മാവൊക്കെ ശരി തന്നെയാണ്, എന്നെ അങ്ങനെ കൊണ്ടുപോകാമെന്നൊന്നും ഒരാത്മാവും വിചാരിക്കണ്ട. അവൻ ഉപവാസം വെളിപ്പെട്ടാലേ നിർജ്ജന പ്രദേശത്തിലെ അവസ്ഥ മാറത്തുള്ളൂ, ഒറ്റപ്പെടൽ മാറത്തുള്ളൂ, നിരാശ ദൈവത്തിൻ്റെ ആത്മാവ് എടുത്തുകൊണ്ട് പോകത്തുള്ളൂ. ഉപവസിക്കുവാൻ, പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാൻ താല്പര്യമുണ്ടോ? നിങ്ങൾ പ്രതീക്ഷിക്കാത്ത, നിങ്ങൾക്ക് ലഭിക്കാത്ത, പലർക്കും അവസരമില്ല, ആഗ്രഹിക്കുന്നത് പോലെ ഒരു ഉപവാസം. ആമേൻ. മീൻസ് ഉപവാസ പ്രാർത്ഥന, അതിൻ്റെ ഡെഫിനിഷനൊക്കെ ഈ കാലഘട്ടത്തിൽ മാറിപ്പോയി. ഈ കാലഘട്ടത്തിൽ ഒരു ഉത്സവം പോലെ ഉപവാസം ഉത്സവമായി മാറി. നമ്മൾ പലപ്പോഴും ആ ഫെസ്റ്റിവലിൽ അത് സംബന്ധിക്കുന്നവരാണ്, അതിൻ്റെ അമരക്കാരായി നിൽക്കുന്നവരാണ്. അതല്ല, ഉപവാസ പ്രാർത്ഥനയാണ്. സമയം വേർതിരിച്ചു. നിങ്ങളുടെ പിതാക്കന്മാരോട്, അവരുടെ തലമുറയിലുള്ളവരോട് ചോദിക്കും ഉപവാസവും പ്രാർത്ഥനയും. ഞാൻ സ്ഥലം പറയുന്നില്ല, ഞങ്ങൾ താമസിക്കുന്നതിന് ഏകദേശം ഒരു 10 കിലോമീറ്ററിന് അപ്പുറത്തും. ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഉച്ചയ്ക്ക് കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോയിട്ട് സൈക്കിളിൽ തിരിച്ചു വരുമ്പോൾ വെള്ളം ദാഹിക്കും. ആഹാരമൊന്നും കഴിക്കത്തില്ല. ആഹാരം കഴിക്കാനുള്ള പൈസ കൊണ്ടാണ് സിനിമയ്ക്ക് പോകുന്നത്. തിരിച്ചു വരുമ്പോൾ ഒരു ഓലപ്പുര ഷെഡിനകത്ത് കുറച്ച് അമ്മച്ചിമാരിരുന്നു പ്രാർത്ഥിക്കും. സ്തോത്രം. ഞങ്ങളുടെ ചെറുതില്ല കേട്ടോ. സിനിമയ്ക്ക് പോയിട്ട് വരുമ്പോൾ ആ അമ്മച്ചിമാരിരുന്ന് പ്രാർത്ഥിക്കുന്നിടത്ത് സിനിമയ്ക്കും പോയി ലോകപ്രകാരം നടക്കുന്ന ഞങ്ങളുടെ നോട്ടം എന്താണെന്ന് ചോദിച്ചാൽ, അവിടെ ഒരു മൺകലത്തിനകത്ത് വെള്ളം വെച്ചിരിക്കും. നല്ല തണുത്ത വെള്ളം, വെയിലൊക്കെ കൊണ്ടുവരുമ്പോൾ നല്ല തണുത്ത വെള്ളം. ആ തണുത്ത വെള്ളം കുടിക്കാൻ വേണ്ടി ഞങ്ങൾ കയറും. അവിടെ ഉത്സവമല്ല,
ആഘോഷമല്ല, ഉപവാസ പ്രാർത്ഥന. ആഹാരം വേണ്ടത് വെച്ച് ദൈവത്തോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം. ഇന്ന് സ്തോത്രം, ആ സ്ഥലത്തെ ഏറ്റവും വലിയ ആലയം, ഏറ്റവും ആൾക്കാർ കൂടുന്ന ആലയം അവിടെയാണ്. ഇന്ന് ഫെസ്റ്റിവലായി, എങ്കിലും ഉപവാസവും പ്രാർത്ഥനയും എന്ന് പറഞ്ഞാൽ അതാണ്, പ്രാർത്ഥനയാണ്. ദൈവത്തോടൊപ്പം ചേർന്ന് നിന്ന് പ്രഷർ ഫാമിലിക്കൊപ്പം നിങ്ങൾക്ക് അതിനുള്ള അവസരമുണ്ട്. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ നിങ്ങളുടേത് മാത്രമായ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥന പ്രാർത്ഥന പ്രാർത്ഥന. ഓ താങ്ക് യു ലോർഡ്. കൂടെയുള്ളവർക്കറിയാം അതിൻ്റെ ശക്തി. ആമേൻ, സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത്, പൂട്ടപ്പെട്ട, കെട്ടപ്പെട്ട, ഒതുക്കപ്പെട്ട ആ സ്ഥാനത്ത് നിന്ന് നിങ്ങളെ എടുത്തുകൊണ്ടുപോകും. ഒരു ടേക്ക് ഓഫ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്കായി ഒരുക്കും. അവിടെ നിന്ന്, അതേ സ്ഥാനത്ത് നിന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എടുത്തുകൊണ്ടുപോകും. നിന്റെ ബിസിനസ് ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എടുത്തുകൊണ്ടുപോകും. ആമേൻ. ആരുമില്ല, കടയിൽ തുറന്നു വെച്ച് ഇങ്ങനെ ഇരിക്കുക, ക്ലയൻ്റ് ഇല്ല, കസ്റ്റമേഴ്സ് ഇല്ല, ഒന്നുമില്ല, ഇങ്ങനെ ഇരിക്കുക, അന്തം വിട്ടു. അയ്യോ കർത്താവേ, എന്നാല് നീ ആലോചന പറഞ്ഞു തന്ന സ്ഥലത്ത് സ്ഥാപനം സ്തോത്രം. പട്ടണ മധ്യത്തിലേക്ക് അവൻ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എടുത്തുകൊണ്ടുപോകും. ചേർന്ന് നിൽക്കുവാൻ തയ്യാറാണോ? ഇന്നത്തെ അവസ്ഥ മാറും വിധത്തിൽ നിങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എടുത്തുകൊണ്ടുപോകും. നിൻ്റെ തലമുറയുടെ ആ ഭാവി ജീവിതം സെറ്റാകും വിധത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എടുത്തുകൊണ്ടുപോകും. ആ വാടക വീടെന്ന അനുഭവത്തിൽ നിന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെ സ്വന്തം ഭവനത്തിലേക്ക് എടുത്തുകൊണ്ടുപോകും. ഒത്തിരി ഒത്തിരി ബാരിക്കേഡ്സ് ഉണ്ട്, ഒത്തിരി കടമ്പകളുണ്ട്. അതിനെ ചാടിക്കടക്കുവാൻ നീ അശക്തനാണ്. സ്വന്തം ഭവനമെന്ന വാഗ്ദത്തം നിവർത്തിക്കുക. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെ എടുത്തുകൊണ്ടുപോകും. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി നീ ലക്ഷ്യം വയ്ക്കുന്നിടത്തേക്ക് എത്തിപ്പെടുവാൻ വല്ലാത്ത പാടാണ്, നിനക്കറിയാം. മാനുഷികമായി അസാധ്യമാണ്. അമാനുഷികമായൊരു കുതിച്ചുചാട്ടം. യെസ്, ആമേൻ. പ്രാർത്ഥനയോടെ, ഉപവാസത്തോടെ ഒപ്പം നിൽക്കുക. കർത്താവ് അമാനുഷികമായൊരു കുതിച്ചുചാട്ടത്തെ ഈ ദിവസങ്ങളിൽ ഒരുക്കും. മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമെങ്കിൽ നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും ഷെയർ ചെയ്തും എത്തിക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ പ്രഷർ ഫാമിലി കുടുംബത്തിലെ അംഗങ്ങളാക്കി ചേർത്ത് നിർത്തുക. അവരോട് പറയുക, പ്രഷർ ഫാമിലി നമുക്കൊപ്പമുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കുവാനും ഉപവസിക്കുവാനും പ്രാപിക്കുവാനും ശക്തമായ ദൈവ സാന്നിധ്യമുള്ള ഒരിടം ലോകത്തിൻ്റെ ഏത് ഭാഗത്തിൽ, ഏത് അവസ്ഥയിൽ നിങ്ങളായിരുന്നാലും, സഭ, സംഘടന, ജാതി, മത വ്യത്യാസമില്ലാതെ ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് പ്രാപിച്ചെടുക്കുവാൻ തക്കവണ്ണം പ്രാപ്തരാക്കി തീർക്കുന്ന ഒരിടം, പ്രാപ്തരാക്കി തീർക്കുന്ന ഒരിടം. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട. എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 11:30 മണി മുതൽ പ്രഷർ ഫാമിലിയുടെ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ. നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ ലൈവിൽ ജോയിൻ ചെയ്യുക, പ്രാർത്ഥന വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വരുന്ന ആഴ്ച അത് നിങ്ങളുടെ സാക്ഷ്യമായി മാറും. എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതൽ പ്രഷർ ഫാമിലിയുടെ വിശുദ്ധ സഭാരാധന ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. ഒരു ആരാധന മിസ് ചെയ്ത് നിങ്ങൾ ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യുവാൻ കഴിയും. ആത്മീയമായൊരു ആരാധനയ്ക്കൊപ്പമായിരിക്കുവാൻ. നിങ്ങളൊരാലയത്തിൽ കടന്നു പോകാത്ത വ്യക്തിയാണെങ്കിൽ പ്രഷർ ഫാമിലിയിലേക്ക് സ്വാഗതം. കുടുംബമായി കടന്നു വരിക. നമുക്ക് ഒരുമിച്ച് കർത്താവിന് വേണ്ടി നിൽക്കാം. ബാരിക്കേഡുകളെ തകർത്തുകൊണ്ട് ആത്മാവ് എടുത്തുകൊണ്ട് പോകുന്ന അനുഭവങ്ങളെ പ്രാപിച്ചെടുക്കാം. 12 മണി മുതൽ കുട്ടികളുടെ സഭാരാധന. അവരും വളരും ശക്തന്മാരായി, കാലഘട്ടത്തിലെ ശക്തന്മാരും കരുത്തന്മാരുമായി. ലൈവിൻ്റെ ലിങ്കുകൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്ത് അവരെയും ചേർത്ത് നിർത്തുക. കണ്ണടച്ചോ. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അനുഗ്രഹീതമോ പ്രശാന്തവുമായിരിക്കുന്ന നല്ല സമയം ഫിലിപ്പോസിനെ അപ്പോൾ എടുത്തുകൊണ്ടുപോയി പട്ടണ മധ്യത്തിൽ നിർത്തിയതുപോലെ ചില വ്യക്തികളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന്ന് എടുത്തുകൊണ്ട് പോകുന്ന കൃപയ്ക്കായി, ചില സ്ഥാനമാറ്റങ്ങളെ നൽകുന്ന കൃപയ്ക്കായി, മാനുഷികമല്ലാത്ത, മനുഷ്യന് കഴിയാത്ത അമാനുഷികമായൊരു പ്രവൃത്തി ഇന്ന് എൻ്റെ ദൈവം അങ്ങ് ചെയ്യുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവ്. ഇവരുടെ അവസ്ഥകൾക്ക് മാറ്റമുണ്ടാകട്ടെ, ഇവരുടെ സാഹചര്യങ്ങൾക്ക് മാറ്റമുണ്ടാകട്ടെ. രോഗികളായി ഭാരപ്പെടുന്നവരെ ഈ സമയം അടിയറങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവേ, വേഗത്തോടുന്ന വചനമയച്ച് ഇവരെ അങ്ങ് സൗഖ്യമാക്കിയാട്ടെ. എല്ലാ രോഗങ്ങളും വിട്ടുമാറട്ടെ. ശാരീരികമായി അനുഭവിക്കുന്ന രോഗങ്ങൾ, മാനസികമായി അനുഭവിക്കുന്ന രോഗങ്ങൾ, ഡിപ്രഷനുകൾ മാറട്ടെ. ആത്മഹത്യാ പ്രവണതകൾ മാറട്ടെ. പഠന വൈകല്യങ്ങൾ മാറട്ടെ. കുഞ്ഞുങ്ങളെപ്പോലും ഡിപ്രഷനിലാക്കി മുറിക്കകത്ത് നിന്ന് പുറത്തു വരുവാൻ കഴിയാതെ ആക്കുന്ന അവസ്ഥ മാറട്ടെ. ഹോർമോൺ ചേഞ്ചസ് മാറട്ടെ. ശാരീരികമായി അനുഭവിക്കുന്ന എല്ലാ അസ്വസ്ഥതകൾ മാറട്ടെ. അസ്ഥി സംബന്ധമായ രോഗങ്ങൾ മാറട്ടെ.
സ്കിന്നിന് മേലുള്ള ഡിസീസസ് മാറിപ്പോകട്ടെ. ചില ഭയപ്പാടുകൾ മാറിപ്പോകട്ടെ, ചില ട്യൂമറുകൾ മാറിപ്പോകട്ടെ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. ഇതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ആമേൻ. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ സാഹചര്യങ്ങൾ ഒരുക്കി നൽകിയാട്ടെ. പ്രൊമോട്ട് ചെയ്യപ്പെടട്ടെ. രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടട്ടെ. ആഗ്രഹിക്കുന്ന സ്ഥാനങ്ങളിലേക്ക് എത്തപ്പെടട്ടെ. തടഞ്ഞു വയ്ക്കുന്ന ശത്രുവും ശത്രുവിൻ്റെ പദ്ധതികളും കാൽ കീഴിലാകട്ടെ. പുതിയ ജോലികൾ ലഭിക്കട്ടെ. രാജ്യങ്ങളുടെ വാതിലുകൾ തുറന്നു കിട്ടി നന്മ പ്രാപിക്കുവാൻ കഴിയാതെ പ്രതിസന്ധികളിലായിരിക്കുന്നവർ, ആ പ്രതിസന്ധികൾ മാറട്ടെ. എല്ലാ വെല്ലുവിളികളും മാറിപ്പോകട്ടെ. വിശാലത വെളിപ്പെടട്ടെ. വിസകൾക്കായി കാത്തിരിക്കുന്നവർ വിസകൾ വരട്ടെ. ലൈസൻസുകൾ കിട്ടട്ടെ. കടന്നുപോയിട്ട് ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ ജോലികൾ കിട്ടട്ടെ. കൂടിയിരിക്കണമേ. കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ചേർന്ന് വരട്ടെ. ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ. സ്നേഹവും ഐക്യതയും കുടുംബജീവിതത്തിനകത്ത് വെളിപ്പെടട്ടെ. തലമുറകളുടെ മേൽ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന എല്ലാ പോരുകളും വഴിയട്ടെ. വിദ്യാഭ്യാസ മേഖല അനുഗ്രഹമായി തീരട്ടെ. ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങട്ടെ. നല്ല റിസൾട്ടുകൾ ഉണ്ടാകട്ടെ. പഠന വൈകല്യങ്ങൾ മാറിപ്പോകട്ടെ. അനുസരണയും അച്ചടക്കമുള്ള മക്കൾ വളരട്ടെ. മദ്യപാന വ്യഭിചാര വെറിക്കൂത്തുകൾ കുടുംബങ്ങൾക്കകത്തുനിന്ന് മാറിപ്പോകട്ടെ. കടഭാരങ്ങൾ മാറട്ടെ. പലിശക്കടകൾ, ജപ്തി നോട്ടീസുകൾ മാറിപ്പോകട്ടെ. കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴികൾ തുറക്കപ്പെടട്ടെ. ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ. താങ്ക് ലോർഡ്. നന്മകളെ തടഞ്ഞു വയ്ക്കുന്ന, നന്മകളുടെ മേൽ അവകാശം പറയുന്ന വെല്ലുവിളികൾ അഴിഞ്ഞു മാറട്ടെ. കോടതി വിധികൾ, നീതിയുള്ള വിധികളുണ്ടാകട്ടെ. നീതിയുള്ള ന്യായാധിപതിയെ, നീതിയുള്ള വിധികളുണ്ടാകട്ടെ. അനീതിയോടെ വിതയ്ക്കുന്ന ചില കളകളെ സ്വർഗമങ്ങ് പിഴുതു നിൽക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ. നീതി വെളിപ്പെടുത്തേ അപ്പാ. ഭവനങ്ങൾ പണിയട്ടെ, വസ്തുക്കൾ വാങ്ങട്ടെ, വാഹനങ്ങൾ വാങ്ങട്ടെ. സ്തോത്രം. സ്വദേശത്ത് വിദേശത്ത് ജനം അനുഗ്രഹിക്കപ്പെടട്ടെ. ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രാർത്ഥനാ ജീവിതം ഉണ്ടാകട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. എഡ്യൂക്കേഷൻ ലോണുകൾ ലഭിക്കട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. നാളെ പകലും ദൈവം അനുവദിച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ടനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരെയും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 11 മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും. ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രൈസർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക. പാസ്റ്റർ രതീഷ് JS, മൊബൈൽ നമ്പർ 8921632290. സിസ്റ്റർ വിജി രതീഷ്, മൊബൈൽ നമ്പർ 7561838946. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രൈസർ ഫാമിലിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക.